നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾ, ആകാശത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ, ഇതൊക്കെയും നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നില്ല എങ്കിൽ പോലും നമ്മൾ മനുഷ്യരുടെ നിത്യജീവിതത്തെ തൊട്ട് തഴുകിയാണ് ഇതെല്ലാം കടന്നു പോകുന്നത്. ഇപ്പോൾ കേരളീയ പഞ്ചാംഗങ്ങളും വരാഹമിഹിരൻ്റെ ബൃഹത് ജാതകമടക്കമുള്ള ആധികാരിക ജ്യോതിഷ ഗ്രന്ഥങ്ങൾ അപഗ്രഥനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ആകാശത്ത് നടക്കാൻ പോകുന്നത് സാധാരണമായ ഒരു ഗ്രഹമാറ്റമല്ല. നാളെ നമ്മുടെ ദിവസം ഉദിച്ചുയരുന്നത് സൂര്യൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിലാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 6:17 വരെ ഉത്രം നക്ഷത്രമായിരിക്കും. ശേഷം ഉത്രം നക്ഷത്രം മാറി അത്തം നക്ഷത്രത്തിലേക്ക് എത്തുകയും ആകാശത്ത് പിന്നീട് അത്തം നക്ഷത്രത്തിൻ്റെ പ്രഭയായിരിക്കും നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രപഞ്ചനാഥൻ ആരാണ്? ഭഗവാൻ സൂര്യൻ തൻ്റെ ഉഗ്ര തേജസ്സോടെ നിൽക്കുമ്പോൾ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ കന്നി രാശിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പ്രകാരം രാജകീയ സിംഹാസന യോഗം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നക്ഷത്ര പ്രഭാവം നമ്മുടെ ഭൂമിയിലേക്ക് ഒരു പ്രഭ ചൊരിയുന്നുണ്ട്. അത് അതീവ ശക്തമായ പോസിറ്റീവ് ഊർജ്ജമായി നമ്മൾ ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യരിലേക്ക് വന്നു ചേരും. അപ്പോൾ നാളെ ഈ പ്രപഞ്ചാന്തരീക്ഷം കാരണം കഴിഞ്ഞ കുറേ കാലമായി കണ്ണീരിലും കഷ്ടപ്പാടിലും കഴിഞ്ഞിരുന്ന ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ കടന്നുവരവുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സ്വാധീനിക്കാൻ പോകുന്ന ഈ ഗ്രഹമാറ്റം ഇതെങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിലും വലിയ ഭാഗ്യത്തെ കൊണ്ടുവരുന്നത്? അത് 9 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം കഠിന വേദനകൾ മാറിയ ഒരു ദിവസമായിരിക്കും. അപ്പോൾ നാളത്തെ പുലരി മുതൽ ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. സത്യസന്ധമായ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ, അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. നാളത്തെ ദിവസം എന്ത് നക്ഷത്രമാണ് വരുന്നത് എന്നതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയാനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായി ഒന്ന് കേൾക്കാൻ ഏവരും ശ്രമിക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാകുന്നു. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ കേതുവിൻ്റെ നക്ഷത്രമാണ് അശ്വതി. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, മാസങ്ങൾ എന്ന് പറയുമ്പോൾ അത് കുറഞ്ഞു പോകും, കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കഷ്ടപ്പാടുകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിവരണാതീതമായ കഷ്ടപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. ഒരാളുടെ മുന്നിൽ വിവരിച്ച് പറയാൻ സാധിക്കാതെ അത്ര ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അശ്വതി നക്ഷത്രങ്ങൾ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ചെറിയ ചെറിയ ജോലികളാണെങ്കിൽ പോലും കൃത്യമായി നിർവഹിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി കൈത്താങ്ങായി മാറുന്ന ഒരു കൂട്ടർ കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർ. പക്ഷേ തിരികെ കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അർഹിച്ച അംഗീകാരം കുടുംബത്തിൽ നിന്ന് പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. അതായത് അവഗണനകൾ, കുറ്റപ്പെടുത്തലുകൾ, ചെന്ന് കയറിയ ഗൃഹത്തിലാണെങ്കിൽ പോലും, വിവാഹം കഴിച്ച് ചെന്ന് കയറിയിടത്താണെങ്കിൽ പോലും കുറ്റപ്പെടുത്തലുകളൊക്കെ അനുഭവിക്കുന്ന, കയ്യിൽ 1 രൂപ പോലും നീക്കി വയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക്, അല്ലാതെ കടുത്ത കടബാധ്യതയിലേക്ക് എത്തി നിൽക്കുന്നവർ കൂടിയാണ്. കാരണം അങ്ങനെ ഒരു ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥ. എനിക്ക് മാത്രമാണ് ഇത് ഇങ്ങനെയുള്ളത്, എന്താണ് എനിക്ക് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും അറിയാതെ കണ്ണീരൊഴുക്കി എത്രയോ രാത്രികൾ അശ്വതിക്കാർ കഴിഞ്ഞിട്ടുണ്ടാകും. സത്യമല്ലേ? ഒരുപാട് കരച്ചിലുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയവരാണ്. വിശ്വസിച്ച് കൂടെ നിർത്തിയവരിൽ നിന്നാണ് സാമ്പത്തികമായി വലിയ ഒരു ചതി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നത്. എന്നാൽ നാളത്തെ ദിവസം നിങ്ങളെ വലിഞ്ഞു മുറുക്കിയിരുന്ന ആ ഒരു ഇരുണ്ട കാലഘട്ടം മാറി ഭാഗ്യം, അല്ലെങ്കിൽ ഒരു സൂര്യോദയം, ഒരു വെളിച്ചം, ഒരു പ്രകാശം ജീവിതത്തിലേക്ക് കടന്നു വരികയാണെന്ന്. അപ്പോൾ ഇവിടെ നാളെ രാജകീയ പ്രഭാവമുള്ള ഉത്രം നക്ഷത്രമാണ്. അതിനാൽ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ഇതിൻ്റെ ഒരു പ്രഭാവം കർമ്മരംഗത്ത് തടസ്സങ്ങളെ പാടെ കരിച്ചുകളയും എന്നതാണ്. അതായത് വളരെ നാളായി മുടങ്ങിക്കിടന്ന വലിയൊരു തുക, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചവർ തരാതിരുന്നതായ പണം, ഇതൊക്കെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസമുണ്ട്, തുടർന്നുള്ള സമയങ്ങളിലും. അപ്പോൾ ജോലിസ്ഥലത്ത് വലിയൊരു മാറ്റമൊക്കെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെ തരം താഴ്ത്തി സംസാരിച്ച മേലധികാരികൾ പോലും നിങ്ങളുടെ കഴിവിനെ ഇനി അംഗീകരിക്കാൻ പോകുന്നതായ സമയമാണ്. പുതിയൊരു വരുമാന സ്രോതസ്സൊക്കെ തുറക്കപ്പെടും. വലിയ ഒരു വരുമാനം എന്ന് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ചെറിയ നിങ്ങളുടെ ഒരു ആശ്വാസം കിട്ടാനുള്ള ഒരു വഴിയൊക്കെ സാമ്പത്തികമായി തുറക്കും. മനസ്സിലെ പകുതിയിലേറെ ഭാരം നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ സാധിക്കും. അത് പോരായോ ഇപ്പോൾ തൽക്കാലത്തേക്ക്? അപ്പോൾ ഒരു ഭാരം ഇറക്കി വെക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തേത്. അടുത്തതായി ചന്ദ്രൻ്റെ സ്വന്തം നക്ഷത്രമായ രോഹിണിയാണ്. അതീവ ആകർഷണ ശക്തി ഉള്ളവരായിരിക്കും രോഹിണി നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു കണ്ണ് വെച്ച സ്ഥലവുമായാലും കണ്ണു വെച്ച കാര്യങ്ങളായാലും നേടിയെടുക്കാനുള്ള ഒരു കഴിവ് ഈ കൂട്ടർക്കുണ്ട്.
പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി നോക്കുമ്പോൾ അവസ്ഥ അല്പം പരിതാപകരമായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മാനസികമായി വലിയൊരു ശൂന്യത നിങ്ങളെ ഇപ്പോൾ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. കൂടെ ആളുകൾ ഉണ്ടെങ്കിലും ഉള്ളിലൊരു ഒറ്റപ്പെട്ട അവസ്ഥ പോലെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന്. ചുറ്റും ആളുകളൊക്കെ ഉണ്ട്, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. കുടുംബത്തിനകത്താണെങ്കിലും നിങ്ങൾ പറയുന്നതായ നിസ്സാര തമാശയാണെങ്കിൽ പോലും മറ്റുള്ളവരത് എടുക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ വിട്ടുമാറാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ, ചുമ പ്രശ്നങ്ങൾ, അലർജി, തുമ്മൽ പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് തലവേദന അനുഭവിക്കുന്നുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് വളരെ ജോലി ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാക്കിക്കൊണ്ടുള്ള തലവേദനയൊക്കെ അനുഭവത്തിൽ വരുന്നവരുണ്ട്. ഉറങ്ങിയിട്ട് പോലും മാസങ്ങളായ അവസ്ഥ തരണം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഗ്രഹപ്പിഴ കൊണ്ടാണ് ഇതൊക്കെ വന്നു ചേർന്നത് എന്നതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. ഇപ്പോൾ നാളെ ചന്ദ്രൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമായതിനാൽ തന്നെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സുപ്രധാനമായ ഒരു നിമിഷമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മനസ്സിലെ കാർമേഹങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഭാഗ്യമുണ്ടാകും. ഒരു പുത്തൻ ഉണർവുണ്ടാകും. ഒരു പോസിറ്റീവ് ചിന്തകൾ മടങ്ങി വരുന്നതായ സമയം. കുടുംബത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്ന ഒരു അശാന്തി ഉണ്ടല്ലോ, ആ അശാന്തി മാറി അവിടേക്ക് ശാന്തി വരും. അതായത് ശാശ്വതമായ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനായി സാധിക്കുമെന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മാറ്റം. ഇനി വിവാഹം കഴിച്ചവരാണെങ്കിൽ ഭാര്യയുമായിട്ടാകട്ടെ, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ചില അകൽച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും പോകാനായിട്ടൊക്കെ സാധിക്കും. രോഗാവസ്ഥകളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം. ഇനി മൂന്നാമതായി ഭാഗ്യദേവതയുടെ കടാക്ഷം ലഭിക്കാൻ പോകുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുണർദം നക്ഷത്രക്കാർക്കാണ്. അതായത് പുണർദം നക്ഷത്രത്തെ 20 നാഴിക എന്ന്, ഒടുക്കത്തെ 20 നാഴിക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു വിജയവും നിങ്ങളുടെ അടുത്തേക്ക് എത്താത്ത ഒരവസ്ഥ കൂടിയുണ്ട്. പക്ഷേ ഈ ഇടയായിട്ട് കാര്യങ്ങൾക്കൊരു മാറ്റമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ വീണ്ടും ഒരു പ്രതീക്ഷയോടുകൂടി ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിട്ട് വീണ്ടും വീഴ്ചകൾ വന്നു. ആ വീഴ്ച വന്നത് ചില വിശ്വാസങ്ങൾ, ചില ആളുകളെ അധികമായി വിശ്വസിച്ചത് കൊണ്ടാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതായത് പുണർദം നക്ഷത്രത്തെ നമുക്കൊരു കാര്യം പറയാം. പുണർദം നക്ഷത്രക്കാർക്ക് വീഴ്ചകളിൽ നിന്നായിരിക്കും തുടക്കം ഉണ്ടാകുന്നത്. അതായത് ചില ആളുകളുണ്ട് നല്ല രീതിയിൽ മൂവായി പോകുന്നവർ. പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങൾ ആദ്യമേ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ സംഭവിക്കുന്ന വീഴ്ചയാണ്. പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. പക്ഷേ ഈ ഇടയായിട്ടൊരു വീഴ്ച സംഭവിച്ചു. അത് വിശ്വസിച്ച ഒരാളിൽ നിന്നാണ്. ചിലപ്പോൾ സുഹൃത്താകാം, ഭാര്യയാകാം, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾ വിശ്വസിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ട്, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ല, മാനസികമായിട്ടൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും ഒരു ആശയക്കുഴപ്പം കൊണ്ട് അങ്ങോട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾ. എപ്പോഴും ഒരു നിരാശ വന്ന് മൂടിയതായ അവസ്ഥ. പക്ഷേ അത് നിങ്ങളായിട്ട് തന്നെ വലിച്ചു വെക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. സത്യമല്ലേ? അതായത് മനസ്സിലെ എപ്പോഴും ആ ചിന്ത തന്നെ കൊണ്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായി നമ്മൾ മാറും എന്ന് പറയാറുണ്ട്. അതായത് ഒരു വിഷമം സംഭവിച്ചു, അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇനി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. മാറ്റങ്ങൾ വരും. നിങ്ങൾ ശ്രമിക്കാതിരുന്നാൽ പോലും മാറ്റങ്ങൾ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരും. കർക്കിടക മാസം കൂടിയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിൻ്റെ ഓർഡറൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമൊക്കെ നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയതായ ഒരു ജോലി ഉടൻ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. അതിനുള്ള ഒരു ചുവടുവെപ്പ് കൂടിയായിരിക്കും നാളത്തെ ദിവസം. കൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് വിദേശ ജോലിക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. സ്വദേശത്ത് പറ്റുന്നില്ല, അതുകൊണ്ട് ഇനി ഒന്നും നോക്കുന്നില്ല എന്നൊരവസ്ഥയല്ല വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ കരിയറിന് ഇപ്പോൾ വലിയൊരു വഴിത്തിരിവുണ്ടാകേണ്ട സമയമാണ്. അപ്പോൾ വിസ സംബന്ധമായ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവരാണെങ്കിൽ പോലും ഇനി അതൊക്കെ മാറി നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി നാലാമതായി മകം നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അതായത് രാജകീയ നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് മകം. അപ്പോൾ ഈ മകം നക്ഷത്രക്കാരും അതീവ ദുഷ്കരമായ ഒരു പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്തതായ ഒരു അവസ്ഥ. അതായത് വിശ്വസിച്ചവരിൽ നിന്നൊക്കെ ചതികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അപവാദങ്ങൾ വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സമൂഹത്തിലും ചില ബന്ധുക്കളുടെ ഇടയിലൊക്കെ നിങ്ങളെ ബോധപൂർവം
നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കാൻ രീതിയിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ട്. സ്വസ്ഥമായി ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാത്ത ചില ആളുകളുണ്ട്. അവർ ദോഷം ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, അവർ വാഗൊണ്ട് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പരത്തി അത് നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നാളെ ഉത്തര നക്ഷത്രത്തിൻ്റെ പ്രഭാവം വരികയാൽ മകർ നക്ഷത്രക്കാർക്ക് നൽകുന്നത് ഒരു ശരവേഗത്തിലുള്ള തിരിച്ചുവരവായിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ നിരപരാധിത്വമൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. കാലം തെളിയിക്കും എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു കാലമാണ് ഇപ്പോൾ വന്നു ചേർന്നത്. കുറ്റപ്പെടുത്തലുകളൊക്കെ മാറി നിങ്ങളുടെ നല്ല കാര്യങ്ങൾ ഇനി ആളുകൾ പറഞ്ഞു നടക്കുന്നതായ ഒരു സമയമാണ്. അത് നല്ല പ്രവൃത്തികൾ ഇതുവരെ കാണാതിരുന്ന ആളുകളെ കൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ പ്രകീർത്തിക്കാൻ കഴിയുന്നതായ ഒരു സമയം. അതിന് പ്രപഞ്ചം തന്നെ ഇവിടെ നിങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പ്രപഞ്ചം തന്നെ നാളെ നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം കാട്ടിത്തരുന്നതായ ദിവസമാണ്. ദീർഘകാലമായി കോടതി വഴക്ക് പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്ന ആളുകളാണെങ്കിൽ അനുകൂലമായ വലിയൊരു വഴിത്തിരിവ് നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ഇവിടെ സ്വന്തം ജന്മനക്ഷത്രത്തിലേക്കാണ് ഗ്രഹങ്ങൾ നാളെ എത്തിച്ചേരുന്നത്. അതിനാൽ തന്നെ വലിയൊരു മാറ്റമുണ്ടാകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിട്ടുമാറാത്ത തളർച്ച, ഒരു അലസത, ഇതൊക്കെ ഏത് കാര്യത്തിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യത്തിലും അങ്ങനെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാതെ കാര്യങ്ങളെല്ലാം നീട്ടിവെക്കുന്ന ഒരു സ്വഭാവമാണ് ഈയിടെയായിട്ട് നിങ്ങളെ ബാധിച്ചിരുന്നത്. അതും ചില നെഗറ്റീവ് ശക്തികളുടെ, അതായത് നമ്മളിലേക്ക് ചില നെഗറ്റീവ് പ്രഭാവങ്ങൾ വരുമ്പോൾ അത് ചെയ്തു ദോഷമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളെക്കുറിച്ചൊരു വ്യക്തി എപ്പോഴും ഇരുന്ന് ദോഷങ്ങൾ പറയുമ്പോൾ അവരുടെ ആ ഒരു വാഗ്ദോഷം നമ്മളിലേക്ക് ചിലപ്പോൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതായത് അത് നമ്മൾ കണ്ടിട്ടില്ലേ, ചില പുഷ്പങ്ങൾ നല്ല രീതിയിൽ, ചെടിയിൽ ചില പുഷ്പങ്ങൾ നല്ലതുപോലെ നിൽക്കുമ്പോൾ ചില ആളുകൾ വന്ന് കൊള്ളാമല്ലോ എന്ന് പറയും. പക്ഷേ അവരുടെ കരസ്പർശം ഏൽക്കേണ്ട, ആ വാക്ക് ദൂരെ നിന്ന് പറഞ്ഞാൽ മതി, 2 ദിവസം കഴിയുമ്പോൾ ആ ചെടി തന്നെ ചിലപ്പോൾ പട്ടുപോകാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു പ്രഭ കണ്ട് മറ്റുള്ളവർ വീട്ടിലിരുന്ന് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പലതും പറയും. അത് ചിലപ്പോൾ നല്ലതല്ല, ദോഷകരമായി തന്നെ നിങ്ങളിലേക്ക് വന്ന് ബാധിക്കുന്നുണ്ട്. അതിൻ്റേതായ ചില നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതാണ് മാനസികമായി നിങ്ങളെ ഒരുപാട് ഭയപ്പെടുത്തുന്നതും ആശങ്കകളിലേക്ക് എത്തിക്കുന്നതും. എന്നാൽ ഇവിടെ നാളെ നിങ്ങളുടെ സ്വന്തം നക്ഷത്രം പ്രഭാവമായി നിങ്ങൾക്ക് വന്നു ചേരുന്നതിനാൽ തന്നെ ശരീരത്തിലേക്കും മനസ്സിലേക്കുമുള്ള നെഗറ്റീവ് ഊർജ്ജം പുറത്തു പോവുകയും അപ്പോൾ ഇരട്ടി ഒരു ഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്നതിനാൽ തന്നെ കഴിഞ്ഞ സമയങ്ങളിൽ അനുഭവിച്ച അലസതയ്ക്ക് മാറി അതീവ ഉണർവോടുകൂടി നിങ്ങൾക്ക് കർമ്മരംഗത്ത് വീണ്ടും ശോഭിക്കാനൊക്കെ സാധിക്കും. തടസ്സപ്പെട്ട് കിടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിനി ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്തു തീർന്ന ഒരു പുതിയൊരു ഉണർവോടുകൂടി എഴുന്നേൽക്കാനൊക്കെ സാധിക്കും. കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോകുന്നത് നാളത്തെ ദിവസം വളരെയധികം ഉത്തമമാണ്. ആരോഗ്യം വീണ്ടെടുക്കാനും കുടുംബത്തിലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രാധാന്യം തിരിച്ചു കിട്ടാനുമൊക്കെ വലിയൊരു ഭാഗ്യമായി നാളത്തെ ദിവസം മാറുന്നതാണ്. സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അനുകൂലമായ തീരുമാനങ്ങളൊക്കെ വന്നു ചേരാൻ നാളത്തെ ദിവസം വലിയൊരു കാരണമായി മാറുന്നതാണ്. അടുത്തത് രാഹുവിൻ്റെ നക്ഷത്രമായ ചോതിയാണ്. ബുദ്ധിശാലികളായ ചോതി നക്ഷത്രക്കാർ വലിയൊരു സാമ്പത്തിക കെണിയിലാണ് ഇപ്പോൾ പെട്ടു നിൽക്കുന്നത്. അതായത് കടമെടുക്കുന്നില്ല എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് നിങ്ങൾ. പക്ഷേ ഒരു കടമെടുത്ത് അതടയ്ക്കാൻ വേറൊരെണ്ണം എടുത്ത് അങ്ങനെ മൊത്തത്തിൽ കടത്തോട് കടമായ ഒരു അവസ്ഥയാണ്. കയ്യിലേക്ക് പണം വരുന്നുണ്ട്, പക്ഷേ പോകുന്ന വഴി തന്നെ കാണുന്നില്ല. പണം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നുണയല്ലേ? പണം വരുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ അധ്വാനിക്കുന്നതിൽ അങ്ങേയറ്റം വളരെ കൃത്യനിഷ്ഠ പുലർത്തുന്നവരാണ്. പക്ഷേ കയ്യിലേക്ക് വരുന്ന പണം ഏത് വഴിയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അത് ഇനി മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്തതായ അവസ്ഥ. സമ്പാദ്യം ഒന്നുമില്ല, വട്ടപൂജ്യം എന്നല്ല, വലിയ ഒരു എന്താ എന്ന് പറയേണ്ടത്, വട്ടപൂജ്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാരണം അത്രത്തോളം വലിയൊരു കടക്കെണിയിൽ പെട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഈയിടെയായിട്ട് കുറച്ച് ധനം ഒരാൾ വാങ്ങിയത് പോലും തിരികെ തരാത്തതായ അവസ്ഥ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ പോലും മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിലും നീട്ടേണ്ടതായ ഒരു അവസ്ഥയിലൂടെ കടുത്ത സാമ്പത്തിക ചോർച്ചയിലൂടെയാണ് ചോതി നക്ഷത്രക്കാരിപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ നാളെ ആകാശത്തിൽ ഉത്രം നക്ഷത്രം, ആ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു മാറ്റം നിങ്ങൾ ചോതിയിലേക്കും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക ചോർച്ചയ്ക്ക് ചെറിയൊരു അടവ് ഉണ്ടാകും. അതായത് വലിയൊരു കുഴിക്ക് ചെറിയൊരു അടവ് വരും, എങ്കിലും പൂർണ്ണമായും ഒരു അടവ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് ശ്രമിക്കേണ്ടതാണ്. തൽക്കാലം വലിയ ചിലവുകളൊന്നും തലയിലെടുത്ത് വെക്കാതിരിക്കുക. നമ്മുടെ കയ്യിലുള്ള ധനത്തിനനുസരിച്ച് പെരുമാറുക എന്നതാണ് നമ്മുടെ കയ്യിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പണം സമ്പാദിക്കാനുള്ള അത്ഭുതകരമായ വഴികൾ മുന്നിൽ തുറന്നു വരുന്നതായ ഒരു സമയം. ദീർഘകാലമായി സ്വന്തമായൊരു വീടോ ഭൂമിയോ പോലും വാങ്ങാൻ സാധിക്കാതിരുന്ന ആളുകളുണ്ട്. അവർക്കൊരു വഴി തുറന്നു വരുന്ന സമയമാണ്. അപ്പോൾ അഡ്വാൻസ് തുക കൈമാറാനോ അല്ലെങ്കിൽ ലോണ് പാസ്സായി കിട്ടാനോ ഒക്കെയുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. ശുഭകരമായ ഒരു ദിവസമാണ് കേട്ടോ നാളെ.
ഇപ്പോൾ എന്തെങ്കിലും പുതിയ തുടക്കമൊക്കെ തുടങ്ങണം, ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുകിട പരിപാടികൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ പലഹാരങ്ങൾ വിൽക്കുന്നതാകാം. അങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് നാളത്തെ ദിവസം നല്ലതാണ്. തുടങ്ങിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് വലിയൊരു ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യ ദിവസമാണ് ചോതി നക്ഷത്രക്കാർക്ക് നാളത്തേത്. അടുത്ത നക്ഷത്രമായി പറയാനുള്ളത് അനിഴമാണ്. അനിഴ നക്ഷത്രക്കാർക്കൊരു കാര്യമുണ്ട്. അതായത് സ്വന്തം കാര്യം മറക്കുന്നവരെന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം കാര്യം മറക്കുന്നവർ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മനസ്സ് നിറഞ്ഞൊന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്ത ആളുകളുണ്ട്. അതായത് മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആകുലതകൾ കൊണ്ട് നടക്കുന്നവരാണ്. നിങ്ങളുടെ വാക്ക് മക്കൾ കേൾക്കാതെ വഴിതെറ്റി പോകുമോ എന്ന ഭയമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഉദ്യോഗ തടസ്സങ്ങൾ കാരണം ഒട്ടനവധി രാത്രികളിൽ ഉറങ്ങാതെ പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞു കൂടുകയാണ് ഇപ്പോൾ നിങ്ങൾ. ജോലി പോലും നഷ്ടപ്പെടുമോ എന്ന ഒരു അവസ്ഥ. എന്നാൽ നാളത്തെ ദിവസം അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വലിയൊരു ആശ്വാസമൊക്കെ വന്നു ചേരും. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ കുറയുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ വലിയൊരു സന്തോഷ വാർത്ത നാളെ നിങ്ങളുടെ കാതുകളിലെത്തും. അവരുടെ പരീക്ഷാ ഫലമോ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗ കാര്യങ്ങളുമായ ഒരു വലിയ പുരോഗതി നിങ്ങൾക്ക് ഇനി സന്തോഷക്കണ്ണീര് നൽകുന്ന സമയം. ഇതുവരെ ഒരുപാട് വിഷമക്കണ്ണീരല്ലേ കുടിച്ച്, ഇനി സന്തോഷക്കണ്ണീരിൻ്റെ സമയം വരും. തടസ്സപ്പെട്ട് കിടന്ന വിവാഹ കാര്യങ്ങൾക്ക് മക്കൾക്കൊക്കെ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. കുടുംബത്തിലൊരു മംഗളകർമ്മത്തിന് അല്ലെങ്കിൽ ഒരു ശുഭകാര്യത്തിന് തുടക്കം കുറിക്കാനും നാളത്തെ ദിവസം സാധിക്കുന്നതാണ്. ഇനി ഉത്രാട നക്ഷത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സൂര്യൻ്റെ മറ്റൊരു നക്ഷത്രമാണ് ഉത്രാടം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി സമൂഹത്തിൽ വലിയൊരു ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചിരുന്നു. നിങ്ങൾ എത്ര വലിയ കാര്യം ചെയ്താലും അതിനൊന്നും അർഹിക്കുന്ന ഒരു ബഹുമാനം മക്കളിൽ നിന്ന് പോലും കിട്ടുന്നില്ല. വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പുറത്തെ കാര്യം പറയേണ്ടതുമില്ല. അപ്പോൾ ഞാൻ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയോ, ആവശ്യത്തിന് മാത്രം മതിയോ എന്നെ എല്ലാവർക്കും, അല്ലാത്തപ്പോൾ ആർക്കും എന്നെ വേണ്ടേ എന്നൊക്കെ പലവിധ ചിന്തകളിലൂടെ നിങ്ങൾ നിരാശയിലൂടെയൊക്കെ കഴിയുന്നുണ്ട്. രാഷ്ട്രീയത്തിലോ സമൂഹ രംഗത്തോ ഒക്കെ വലിയ തിരിച്ചടികളൊക്കെ നേരിടുന്ന ആളുകൾ കൂടിയാണ് നിങ്ങളിപ്പോൾ. എന്നാൽ ഇവിടെ എല്ലാത്തിനും ഒരു മാറ്റം വന്നു ചേരുന്ന ദിവസമാണ് നാളെ. വലിയൊരു സാമ്പത്തിക മാറ്റമൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ വലിയൊരു നേട്ടവും ഭാഗ്യവും പ്രശസ്തിയും നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം രേവതിയാണ്. അമിതമായിട്ട് ആളുകളെ വിശ്വസിച്ച് പണം കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാതെ വലിയൊരു പ്രതിസന്ധിയിൽ കഴിയുകയാണ്. വീട്ടിലുള്ളവരോട് പോലും പറയാതെ ആയിരിക്കും പണം കൊടുത്തത്, പക്ഷേ അത് തിരിച്ച് കിട്ടാത്ത അവസ്ഥ. ലോട്ടറി എടുക്കുന്നുണ്ട്, അതിൽ നിന്ന് ഒരു 10 രൂപ പോലും കിട്ടുന്നില്ല. ആകെ ഒരു സാമ്പത്തികമായി കടുത്ത നിരാശയിലാണ് നിങ്ങൾ കഴിയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പല വലിയ ആവശ്യങ്ങൾ വരെ മാറ്റിവെക്കേണ്ടതായി, പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങൾ പോലും മാറ്റിവെക്കേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ നാളത്തെ ദിവസം നമ്മൾ ദിവസഫലം പറയുമ്പോൾ നാളെ ഗ്രഹസ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. വളരെ നാളെ ആരെങ്കിലും വാങ്ങി വെച്ചിരുന്ന പണമോ അല്ലെങ്കിൽ സ്വർണമോ നാളത്തെ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത ഗ്രഹങ്ങൾ നിമിത്തം കാണുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, ഗ്രഹസ്ഥിതി നോക്കിയിട്ട് കാണുന്നതാണ്. വലിയൊരു സാമ്പത്തിക ആശ്വാസമൊക്കെ വന്നു ചേരും. ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കും, ചിലപ്പോൾ അത് ഒരുപാട് ആശ്വാസം നിങ്ങൾക്ക് തരും. ഭാവിയിൽ ഒരു സഹായം ചെയ്യാം എന്ന രീതിയിലുള്ള ചില വാക്കുകളായിരിക്കും. ചിലപ്പോൾ അവർ സഹായം ചെയ്തില്ല എങ്കിൽ പോലും ആ ഒരു വാക്ക് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ആരിൽ നിന്നെങ്കിലും ഒരു ആശ്വാസ വാക്ക് കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു സഹായമോ ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ലോട്ടറി പോലെയുള്ള ആകസ്മിക ഭാഗ്യങ്ങൾക്കോ അല്ലെങ്കിൽ മത്സര പരീക്ഷകളിലൊക്കെ വലിയ വിജയം നേടാനോ ഒക്കെ പ്രപഞ്ച സാധ്യത നാളത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ലോട്ടറിയൊക്കെ എടുത്ത് നോക്കൂ. നാളത്തെ ദിവസം നിങ്ങൾക്ക് തള്ളി മുന്നോട്ട് നീക്കാനുള്ള ഒരു ധനമൊക്കെ കിട്ടാനുള്ള സാധ്യത ഗ്രഹങ്ങൾ നിമിത്തം നാളെ കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും വലിയൊരു ഓർഡറൊക്കെ ലഭിക്കാനും കഴിഞ്ഞ ധനപരമായ കുടിശ്ശികകളൊക്കെ വീട്ടാനും അല്ലെങ്കിൽ കിട്ടാതിരുന്ന ധനം കയ്യിലേക്ക് വരാനും പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കാനും ഒക്കെയുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഗുണകരമായ ഫലങ്ങളാണ് കാണുന്നത്. അപ്പോൾ നാളെ പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് വെളുപ്പോ അല്ലെങ്കിൽ ഇളം മഞ്ഞയോ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ചുവപ്പ് നിറം പൂർണ്ണമായും നാളത്തെ ദിവസം വർജിക്കുക. ഒറ്റ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കും. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂർണ്ണ വെള്ളയല്ല, വെള്ള നിറത്തിൽ ചെറിയ പൂക്കളൊക്കെയുള്ള മഞ്ഞ പൂക്കളുള്ളതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. നാളത്തെ ദിവസം കറുപ്പ്, അതേപോലെ കടുന്നീല, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ പൂർണ്ണമായി വർജിക്കുക. കാരണം അങ്ങനെയുള്ള നിറങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളിലേക്ക് എത്തേണ്ടതായ പോസിറ്റീവ് പ്രഭാവം ആ നിറത്തിൽ തട്ടി
നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടാതെ നാളത്തെ ദിവസം കഴിയുമെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ പശുവിന് ശർക്കരയൊക്കെ കൊടുക്കാൻ നിങ്ങളുടെ കൈകൊണ്ട് ശർക്കരയോ അല്ലെങ്കിൽ പച്ചപ്പുല്ലോ ഒക്കെ കൊടുക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ഒരുപാട് ഉൾവലിയാറുണ്ട്. അതായത് ഇനി പ്രാർത്ഥിക്കുന്നില്ല, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന്. പക്ഷേ അങ്ങനെ ഉൾവലിയുകയല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് പോസിറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ ചിലവുകളൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ വെള്ള വസ്ത്രമുണ്ടെങ്കിൽ ആ വസ്ത്രം നിങ്ങൾക്ക് ധരിച്ചുകൊണ്ട് പോകാം. ഇനി അഥവാ വെള്ള വസ്ത്രമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു വെള്ള കർച്ചീഫ് പോക്കറ്റിലേക്ക് കരുതിയാലും മതി. അടുത്തുള്ള ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴും നിങ്ങൾക്ക് വെള്ള സാരി ആണെങ്കിൽ അല്ലെങ്കിൽ വെള്ള ഡ്രസ്സിൽ ചെറിയ മഞ്ഞ പൂക്കളൊക്കെ ഉള്ളത് ഡ്രസ്സ് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാം. അതല്ലെങ്കിൽ മഞ്ഞ നിറം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നാളത്തെ ദിവസം ഈ പറഞ്ഞതായ പോസിറ്റീവ് ഗുണങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പറയാറില്ലേ അട്രാക്ഷൻ എന്ന്. അതായത് നമ്മൾ ഗൃഹങ്ങളിൽ കുബേര ഭഗവാന്റെ പ്രതിമകൾ വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ധനപരമായ കാര്യങ്ങളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അലമാരയിൽ ചെറിയ ഒരു പച്ചമഞ്ഞളോ അല്ലെങ്കിൽ ഉണക്കമഞ്ഞളോ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറയാറുണ്ടല്ലോ. അത് ചെയ്യുമ്പോഴും പെട്ടെന്ന് നമുക്കൊരു മാറ്റമൊക്കെ വരുന്നത് കണ്ടിട്ടില്ല. അതാണ് അട്രാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഈ ഗ്രഹങ്ങൾ മാറ്റം ചൊരിയുമ്പോൾ നമ്മളിലേക്ക് ആ ഒരു അട്രാക്ഷൻ വരണമെങ്കിൽ നമ്മളും ചില കാര്യങ്ങൾ ചെയ്യണം. ഇതിനൊന്നും വലിയ ചിലവില്ല. നാളെ പശു വീട്ടിലുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു കഷ്ണം ശർക്കര കൊടുക്കാം, അല്ലെങ്കിൽ അല്പം പച്ച പുല്ല് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയത് ചെയ്യാവുന്നതാണ് പറ്റുമെങ്കിൽ. അതല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം, ഏറ്റവും വിശന്ന് വലയുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതൊക്കെ വളരെയധികം പുണ്യമായിരിക്കും. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഒരു പരിധിയൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന അന്നദാനമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത്. അതായത് എത്ര വലിയ കൊടിയ പാവം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും 10 വയറുകൾക്ക് അന്നം കൊടുക്കുകയാണെങ്കിൽ ആ പാവം വരെ നഷ്ടപ്പെടുമെന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. അതിനപ്പുറം ഞാനായിട്ട് ഇനി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്? അപ്പോൾ നാളത്തെ ദിവസം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഈ ലോകത്തുള്ള എല്ലാം. അപ്പോൾ ആ ഒരു പ്രയാസങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതിനായി ഈ ചെറിയ 1-2 കാര്യങ്ങൾ കൂടി ചെയ്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശുഭകരമായ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേർന്ന വിനകൾ ഏത് മാർഗത്തിലാണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ആ കാര്യങ്ങൾ, അതായത് ചില നക്ഷത്രക്കാർ ഒരുപാട് ആളുകളെ വിശ്വസിച്ച് പണമൊക്കെ കടമായി കൊടുത്തിട്ട് ചതിക്കപ്പെട്ടവരുണ്ട്. സത്യമല്ലേ? ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റുന്നില്ല, വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ആളുകളെ വിശ്വസിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും വീഴ്ചയിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് കൂടി നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതും കൂടി ഞാൻ ഇതിലൂടെ നിങ്ങളിലേക്ക് പറയുകയാണ്. പൂർണ്ണമായി വീഡിയോ ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക, അല്ലാത്തതിനെ വിട്ടേക്കുക. അപ്പോൾ ഏവർക്കും നല്ലൊരു ദിനമുണ്ടാകട്ടെ, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ കേൾക്കാൻ എനിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു നല്ല സുപ്രധാനമായ അറിവുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.